പെൻസിൽവാനിയയിലെ ആ തെരഞ്ഞെടുപ്പ് വേദിയിൽ മുഷ്ടിചുരുട്ടി ആക്രോശിക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെയും അദ്ദേഹത്തിന്റെ വലതു ചെവിയിലൂടെ ഒലിച്ചിറങ്ങിയ രക്തത്തിന്റെയും ദൃശ്യം ലോകം അത്ര പെട്ടെന്നൊന്നും മറക്കില്ല. ആ സംഭവത്തിന്റെ ഞെട്ടൽ മാറുന്നതിന് മുമ്പായാണ് വാഷിംഗ്ടണിലെ മറ്റൊരു പ്രമുഖ വേദിയും ഇപ്പോൾ ഭീതിയുടെ നിഴലിൽ ആയിരിക്കുന്നത്. അമേരിക്കയുടെ ഹൃദയഭാഗമായ വാഷിംഗ്ടണിൽ പ്രസിഡന്റും രാജ്യത്തെ ഏറ്റവും സ്വാധീനമുള്ള മാധ്യമപ്രവർത്തകരും ഭരണകൂടത്തിലെ ഉന്നതരും പങ്കെടുത്ത വൈറ്റ് ഹൌസ് കറസ്പോണ്ടൻസ് അസോസിയേഷൻ അത്താഴ വിരുന്നിനിടെ ഉണ്ടായ വെടിവെപ്പ് വെറുമൊരു അപ്രതീക്ഷിത സംഭവമായി കാണാൻ കഴിയില്ല. അതിശക്തമായ സുരക്ഷാ വലയങ്ങൾ ഭേദിച്ച് അതീവ രഹസ്യ സ്വഭാവമുള്ള വേദിക്കുള്ളിൽ തോക്കേന്ത്യവർക്ക് എത്താൻ കഴിഞ്ഞുവെങ്കിൽ അത് അമേരിക്കൻ സുരക്ഷാ ഏജൻസികളുടെ പരാജയം മാത്രമല്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ തന്നെ തകർച്ചയുടെ സൂചനയായാണ് നിരീക്ഷകർ കാണുന്നത്. അമേരിക്കൻ രാഷ്ട്രീയത്തെയും മാധ്യമ ലോകത്തെയും ഒരുമിപ്പിച്ചു കൂട്ടുന്ന പ്രതീകാത്മക വേദിയായാണ് ഈ ചടങ്ങ് അറിയപ്പെടുന്നത്. സാധാരണയായ തമാശകളും രാഷ്ട്രീയ പരിഹാസങ്ങളും നയപരമായ പരാമർശങ്ങളും സൗഹൃദപരമായ സംഭാഷണങ്ങളും നിറഞ്ഞ ഒരു വേദിയാണിത്. എന്നാൽ ഇത്തവണ ആഘോഷവേദി ഏതാനും നിമിഷങ്ങൾക്കകം ഭീതിയുടെയും അരാജകത്വത്തിന്റെയും കേന്ദ്രമായി മാറി. വെടിയൊച്ച ഉയർന്നതോടെ ആളുകൾ മേശക്കടിയിൽ അഭയം തേടി. സുരക്ഷാ അലാറങ്ങൾ മുഴങ്ങി. സീക്രട്ട് സർവീസ് ഉദ്യോഗസ്ഥർ പ്രസിഡന്റ് ട്രംപ്, പ്രഥമ വനിത മെലാനിയ ട്രംപ്, വൈസ് പ്രസിഡന്റ് JD വാൻസ് എന്നിവരെ അതിവേഗം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ഒരു നിമിഷം മുമ്പ് ചിരിയിലായിരുന്ന ഹാൾ അടുത്ത നിമിഷം ഭീതിയിൽ വിറങ്ങലിച്ച് വേദിയായി മാറുകയായിരുന്നു. സംഭവത്തിന് പിന്നാലെ നടത്തിയ പത്രസമ്മേളനത്തിൽ ട്രംപ് ആക്രമിയെ ഒറ്റ ചെന്നായ എന്നാണ് വിശേഷിപ്പിച്ചത്. വലിയ ഗൂഢാലോചനാ ശൃംഖലകളോ ഭീകര സംഘടനകളോ ഇല്ലാതെ വ്യക്തിപരമായ നിലയിൽ പ്രവർത്തിച്ച ഒരാളെന്ന് സൂചിപ്പിക്കുന്ന പദപ്രയോഗമാണിത്. ആക്രമിച്ചയാളെ പിടികൂടിയതായും ഇയാൾ കാലിഫോർണിയയിൽ നിന്നുള്ള ആളാണെന്നും ഇയാളുടെ അപ്പാർട്ട്മെന്റ് പരിശോധിച്ച് വരികയാണെന്നും ട്രംപ് അറിയിച്ചു. അയാളൊരു രോഗിയാണെന്ന പരാമർശവും അദ്ദേഹം നടത്തി. അതോടൊപ്പം ഇറാന് ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് തനിക്കറിയില്ല എന്നും ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ താൻ അങ്ങനെ കരുതുന്നില്ല എന്നും ട്രംപ് പറയുകയുണ്ടായി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള കടുത്ത സംഘർഷ സാഹചര്യത്തിൽ ഈ പ്രതികരണം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. വിദേശ ശക്തികളുടെ ഇടപെടലെന്ന നറേറ്റീവ് ഉടൻ ശക്തമാകാതിരിക്കാനാണോ ട്രംപ് ശ്രമിച്ചതെന്ന ചർച്ചകളും ഇതോടെ ഉയർന്നു. ആക്രമിക്കാൻ വന്നയാൾ സുരക്ഷാ ചെക്ക് പോയിന്റ് മറികടന്ന് ഒന്നിലധികം ആയുധങ്ങളുമായി മുന്നേറിയതായാണ് ട്രംപ് വിശദീകരിച്ചത്. ഈ ഒരു സംഭവങ്ങൾക്ക് പിന്നാലെ നടത്തിയ പത്രസമ്മേളനത്തിൽ ട്രംപ് ഇറാനിലെ യുദ്ധം ജയിക്കുന്നതിൽ നിന്ന് ഇത് തന്നെ തടയില്ല എന്ന വാചകം കൂടി എടുത്തു പറയുകയുണ്ടായി. ഈ ഒരു വാചകം തന്നെ സംഭവത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം കൂടുതൽ വ്യക്തമാക്കുന്നു. മാത്രമല്ല, മറ്റൊരു സാഹചര്യത്തിൽ ഇറാൻ ആണവായുധം കൈക്കലാക്കുന്നത് ലോകം നേരിടുന്ന മറ്റേതൊരു ഭീഷണിയെക്കാളും ഭീകരമായിരിക്കുമെന്നും കേവലം ആയുധം നിർമ്മിക്കുക മാത്രമല്ല അത് പ്രയോഗിക്കാൻ പോലും അവർ മടിക്കില്ല എന്ന് തനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുമെന്നും ട്രംപിന്റെ വാക്കുകൾ വെറുമൊരു പ്രസ്താവനയായല്ല, മറിച്ച് അമേരിക്കയുടെ ഉള്ളിലെ യഥാർത്ഥ ഭയത്തെ തന്നെയാണ് പുറത്തു കൊണ്ടുവന്നത്. ഇറാൻ തങ്ങളുടെ ആയുധം ഉപയോഗിക്കാൻ മടിക്കില്ലെന്ന് ട്രംപ് ആവർത്തിക്കുമ്പോൾ വൈറ്റ് ഹൌസ് വൃത്തങ്ങളിൽ പടരുന്നത് കടുത്ത ആശങ്കയാണ്. ഇറാന്റെ സൈനിക മുന്നേറ്റങ്ങളെ പ്രതിരോധിക്കാൻ ലോകശക്തിയായ അമേരിക്ക പോലും ഇന്ന് വിയർക്കുന്ന കാഴ്ചയാണ് നാം ഇതിലൂടെ കാണുന്നത്. എന്നാൽ വിമർശകർ പറയുന്നത് വേറെയാണ്. ശക്തനായ നേതാവെന്ന പ്രതിച്ഛായ ഉറപ്പിക്കാൻ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ അദ്ദേഹത്തിന് സഹായകരമാകാം. പക്ഷേ സുരക്ഷാ വീഴ്ചകളെ രാഷ്ട്രീയ സന്ദേശങ്ങളാൽ മറയ്ക്കാനാകില്ല. അതേസമയം ട്രംപിനെതിരായ ആക്രമണ ഭീഷണി ഇതാദ്യമായല്ല. 2024 ജൂലൈയിൽ പെൻസിൽവാനിയയിലെ ബട്ട്ലറിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിക്കിടെ ഉണ്ടായ വെടിവെപ്പ് ലോകത്തെ തന്നെ ഞെട്ടിച്ചിരുന്നു. വേദിയിൽ പ്രസംഗിക്കുകയായിരുന്ന ട്രംപിന്റെ വലതു ചെവിയെ വെടിയുണ്ട തൊട്ടുപോയി. ഒരു പ്രേക്ഷകൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പിന്നീട് പ്രതി തോമസ് മാത്യു ക്രൂക്സ് എന്നയാളെ തിരിച്ചറിയുകയും സീക്രട്ട് സർവീസ് ഇയാളെ വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. അമേരിക്കൻ പ്രസിഡൻഷ്യൽ ചരിത്രത്തിലെ ഏറ്റവും ഗുരുതരമായ സുരക്ഷാ വീഴ്ചകളിലൊന്നായി ഈ സംഭവം കാണപ്പെട്ടു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മുഴുവൻ സ്വഭാവവും അതോടെ മാറി. അതിന് പിന്നാലെ 2024 സെപ്റ്റംബറിൽ ഫ്ലോറിഡയിലെ വെസ്റ്റ് പാം ബീച്ചിലെ ട്രംപിന്റെ ഗോൾഫ് ക്ലബിലും മറ്റൊരു ഭീഷണി ഉയർന്നു. ഗോൾഫ് കളിക്കുന്നതിനിടെ സമീപത്തെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന തോക്കുധാരിയെ സീക്രട്ട് സർവീസ് നേരത്തെ കണ്ടെത്തി തടഞ്ഞു. അതിനു മുമ്പ് 2016 തെരഞ്ഞെടുപ്പ് കാലത്തും റെനോയിലെ റാലിയിൽ ഗണ്ണെന്ന് നിലവിളിച്ചതിനെ തുടർന്ന് ട്രംപിനെ വേദിയിൽ നിന്ന് മാറ്റേണ്ടി വന്നിരുന്നു. ലാസ് വെഗാസിലെ ഒരു വ്യക്തി പോലീസ് ഉദ്യോഗസ്ഥന്റെ തോക്ക് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതും വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. ഈ എല്ലാ സംഭവങ്ങളും ചേർന്ന് നോക്കുമ്പോൾ ട്രംപിനെതിരായ ഭീഷണികൾ തുടർച്ചയായ രാഷ്ട്രീയ യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ്. ഇതെല്ലാം നടക്കുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ വിദേശ നയവും സമാനമായി കലുഷിതമാണ്. ഇറാനുമായി സംഘർഷം രൂക്ഷമാകുന്നു. പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ ശ്രമങ്ങൾ ദുർബലമാവുകയാണ്. സമാധാന ചർച്ചകൾക്കായി പാകിസ്ഥാനിലേക്ക് പോകാനിരുന്ന അമേരിക്കൻ പ്രതിനിധികളുടെ യാത്ര ട്രംപ് റദ്ദാക്കിയതായി റിപ്പോർട്ടുകളുണ്ട്. സ്റ്റീവ് വിറ്റ്കോഫ്, ജാറെഡ് കുഷ്ണർ എന്നിവരുടെ യാത്ര റദ്ദാക്കിയത് തന്നെ നയതന്ത്ര ചർച്ചകളിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വം സൂചിപ്പിക്കുന്നു. അമേരിക്കയ്ക്ക് പുറത്തുള്ള യുദ്ധസമ്മർദ്ദവും രാജ്യത്തിനുള്ളിലെ രാഷ്ട്രീയ അസ്ഥിരതയും ഒരേ സമയം വൈറ്റ് ഹൌസിനെ സമ്മർദ്ദത്തിൽ ആക്കുകയാണ്. മാധ്യമലോകത്തിനും ഈ സംഭവം ശക്തമായ മുന്നറിയിപ്പാണ്. ഭരണകൂടവും മാധ്യമങ്ങളും ഒരേ വേദിയിൽ കൂടിച്ചേർന്ന ചടങ്ങിലാണ് വെടിവെപ്പ് ഉണ്ടായത്. ജനാധിപത്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സാധാരണമാണെങ്കിലും സംവാദവേദികൾ തന്നെ ഭീതിയുടെ വേദികളാകുമ്പോൾ അതൊരു രാജ്യത്തിന്റെ രാഷ്ട്രീയ ആരോഗ്യത്തിന് നല്ല ലക്ഷണമല്ല. സുരക്ഷാ വലയം ശക്തമാക്കുന്നത് മാത്രം മതിയാകില്ല.
ആക്രമണത്തിലേക്ക് നയിക്കുന്ന സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളും മാറണം. അമേരിക്കയിലെ ഈ പുതിയ വെടിവെപ്പ് അതിനാൽ ഒരു രാത്രി മാത്രം നിലനിൽക്കുന്ന വാർത്തയല്ല. അത് അമേരിക്കയുടെ ഇന്നത്തെ അവസ്ഥയുടെ പ്രതിഫലനമാണ്. പുറത്ത് യുദ്ധസമ്മർദ്ദം, അകത്ത് രാഷ്ട്രീയ പിളർപ്പ്, നേതാക്കൾക്കെതിരായ ആവർത്തിച്ച ഭീഷണികൾ, ജനാധിപത്യ വേദികളിലേക്ക് പോലും കയറിച്ചെല്ലുന്ന ആക്രമണം, ഇവയെല്ലാം ചേർന്ന് ഒരു വലിയ ചോദ്യം ഉയർത്തുന്നു. ലോകത്തെ നയിക്കുന്ന രാജ്യം സ്വന്തം അസ്ഥിരതയെ ആദ്യം ജയിക്കേണ്ട ഘട്ടത്തിലാണോ എത്തിച്ചേർന്ന് നിൽക്കുന്നത്?